ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ഒരു എക്സ്റ്റൻഷൻ ബോക്സിനെ അപ്ഗ്രേഡ് ചെയ്ത് ഒരു റിമോട്ട് കൺട്രോൾ, ഇൻഫ്രാറെഡ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഓണും ഓഫും ചെയ്യുന്ന സാധനമാക്കി മാറ്റാൻ പോവേണേ. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കേട്ടോ. കംപ്ലീറ്റ് സ്കിമാറ്റിക് ഡയഗ്രാമാണിത്. നിങ്ങൾക്ക് അറിയാവുന്ന സർക്യൂട്ട് തന്നെയാണ്. CD4017 എന്ന് പറയുന്ന ഡെക്കേഡ് കൗണ്ടർ എന്ന് പറയുന്ന നമ്മൾ LED ചേസറിലൊക്കെ യൂസ് ചെയ്യൂലേ, ആ ഒരു സർക്യൂട്ടിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്തേക്കണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഔട്ട്പുട്ടിനകത്ത് രണ്ടാമത്തെ പിന്ന് നേരെ എടുത്ത് ഒരു BC547 വഴി ഒരു റിലേ വഴി സ്വിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നാലാമത്തെ പിന്നിനെ റീസെറ്റ് പിന്നായ 15 കൊടുത്തിട്ടുണ്ട്. പിന്നെ 14ാമത്തെ പിൻ ക്ലോക്ക് പിന്നിൽ ഒരു BC557, അതായത് ഒരു PNP ട്രാൻസിസ്റ്റർ TSOP1738 എന്ന് പറയുന്ന ഒരു നമ്മുടെ IR റിസീവർ മോഡ്യൂളാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് 2 പവർ സപ്ലൈ ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ 12 വോൾട്ടാണ് മെയിനായിട്ട് പവർ സപ്ലൈ കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ ഈ CD4017നും TSOPക്കും നമ്മൾ 5 വോൾട്ട് വെച്ചാണ് റെഗുലേറ്റ് ചെയ്തേക്കുന്നത്. അതിനുവേണ്ടി 7805 എന്ന് പറയുന്ന റെഗുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇതിന് പവർ സപ്ലൈ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ 12 വോൾട്ട് പവർ സപ്ലൈക്ക് വേണ്ടി ഒരു ട്രാൻസ്ഫോമർ ലെസ് പവർ സപ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ലെസ് പവർ സപ്ലൈ. ഇതിനെ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ സോൾഡർ ചെയ്യും, അല്ലാതെ PCBയിലൊന്നും സോൾഡർ ചെയ്തില്ല. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു 12 വോൾട്ട് ലെസ് ദാൻ 100 മില്ലിയാമ്പിയറൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇതിനകത്ത് വെറും 50-60 മില്ലിയാമ്പിയറൊക്കെ ഉണ്ടാവുള്ളൂ, അതിലും കുറവേ കാണുള്ളൂ. നമ്മളെ റിലേ ഡ്രൈവ് ചെയ്യാനും ബാക്കി സർക്യൂട്ടിനെ ഡ്രൈവ് ചെയ്യാനും ഇതിൽ നിന്ന് വരുന്ന കറണ്ട് ധാരാളം മതിയാവും. നമ്മളിതിൻ്റെ മെയിൻ സർക്യൂട്ട് അസംബിൾ ചെയ്യണ ഈ കോമൺ PCBയിലാണ്. ഞാൻ കോമൺ PCBയിൽ അസംബിൾ ചെയ്തിട്ട് വരാം. ഞാനിത് അസംബിൾ ചെയ്യുന്ന വീഡിയോ ഉണ്ടാക്കിയായിരുന്നു, പക്ഷേ അതെന്ന് വെച്ചാൽ ഭയങ്കര ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞത്. ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിനകത്ത് എല്ലാം LED-യും ഇതെല്ലാം ഡയറക്റ്റായിട്ട് കൊടുത്തത്. വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. ഞാനിപ്പം 12 വോൾട്ടിൻ്റെ റിലേ കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തപ്പം ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് റിലേ കണക്ട് ചെയ്തിട്ടില്ല. അപ്പം ഇപ്പോൾ 12 വോൾട്ട് റിലേ കണക്ട് ചെയ്യുമ്പം ആ 9 വോൾട്ടിൻ്റെ ബാറ്ററി വെച്ച് ഇത് ഓൺ ആവുന്നില്ല, കാരണം ബാറ്ററിക്കൊക്കെ ചാർജ് കുറവാണ്. അപ്പം ഞാനിത് എലിമിനേറ്റർ വെച്ചാണ് ഇനി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഞാനിതിൻ്റെ കണക്ഷൻ ഡയഗ്രാം എല്ലാം ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തോട്ടെ. എല്ലാ കണക്ഷനും ഞാൻ കൊടുത്തേക്കുന്ന ഇതേപോലത്തെ മെയിൽ കണക്ടർ വെച്ചാണ്, PCB മെയിൽ കണക്ടർ. പിന്നെ ഈ 3 എന്ന് വെച്ചാൽ നമ്മൾ TSOPയിലോട്ടുള്ള കണക്ഷനാണ്. പിന്നെ പ്ലസ് മൈനസ്, ഈ എഡ്ജ് പ്ലസ്, ഇത് മൈനസ്, പിന്നെ LED-യുടെ കണക്ഷൻ, പിന്നെ റിലേയുടെ ഞാൻ ഡയറക്റ്റായിട്ട് PCBയുടെ ബാക്കിൽ നിന്ന് തന്നെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. അത്ര വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷനാണ്, അല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല. ഇനി നമ്മുടെ ടെസ്റ്റിംഗ് ടൈമാണ്. ടെസ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേ കൂടെ കണക്ട് ചെയ്തിട്ടുള്ള 12 വോൾട്ടിലുള്ള ടെസ്റ്റിംഗ് ടൈമാണ്. അപ്പം നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്നത് ഈ ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിന് എക്രോസ് ആയിട്ടാണ്. അതായത് ഏറ്റവും സിമ്പിൾ വേ. എന്നിട്ട് പ്ലസ് മൈനസും ഞാൻ കൊടുക്കുന്നു, എലിമിനേറ്റർ എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാം റെഡ് LED ആണ് കത്തുന്നത്. അപ്പോൾ റെഡ് LED കത്തുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് വെച്ചാൽ ഈ റിലേ ഇപ്പോൾ ഓഫ് കണ്ടീഷനിലാണ്. ഇനി ഞാൻ എൻ്റെ ടെലിവിഷൻ്റെ റിമോട്ട് കൺട്രോൾ വെച്ച് ഇതിനെ സ്വിച്ച് ചെയ്യാം. അപ്പം ഞാൻ പ്രസ് ചെയ്യുമ്പോൾ നോക്കിയോ, നിങ്ങൾക്ക് ഗ്രീൻ LED കത്തുന്നതുണ്ടോ? അതിൻ്റെ അർത്ഥം ഇത് പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഞാനൊരു കാര്യം ചെയ്യാൻ, മൈക്കിനെ എടുത്ത് നമ്മുടെ റിലേയുടെ അടുത്ത് കൊണ്ടുവരാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ടിക് ടിക് സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പം നമ്മുടെ സർക്യൂട്ട് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ഇതിനെ 12 വോൾട്ട് ട്രാൻസ്ഫോമർലെസ് പവർ സപ്ലൈ ഉപയോഗിച്ച് പവർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ഒരു സാധനം ഓർമ്മയുണ്ട്, പണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയാണ്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനെ വലിച്ച് ഊരിയിട്ട് ഇതിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ ഞാനെടുത്ത് ഇതിനകത്ത് വേണ്ടി റീയൂസ് ചെയ്യാൻ പോവേണേ. അതിനുവേണ്ടി ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് പൊളിക്കാം. നമ്മൾ ഈ സാധനത്തിനെ വലിച്ചു ഊരിയിട്ട് ഇത് ഉപയോഗിച്ച് മറ്റേതിനെ പവർ ചെയ്യും. പക്ഷേ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മളൊരു ഫ്യൂസും കൂടെ കണക്ട് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്ന് ഷോർട്ട് സർക്യൂട്ട് വല്ല ആയാലും ഈ ഫ്യൂസ് അങ്ങ് കത്തിപ്പോയിക്കോളും. അപ്പം നല്ല ഒരു സേഫ്റ്റിയാണ്. നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ ബോക്സിനെയാണ് റിമോട്ട് കൺട്രോളാക്കി മാറ്റാൻ പോകണം. അപ്പോൾ ഇതിന് ഓൾറെഡി ഒരു 3 പിൻ പ്ലഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർലെസ് പവർ സപ്ലൈക്ക് 3 പിൻ പ്ലഗ് മസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് നല്ല എനഫ് സ്പേസും ഉണ്ട് നമ്മളെ സർക്യൂട്ടും റിലേ ഒക്കെ വയ്ക്കാൻ. നമ്മൾ ഫ്യൂസ് ഇവിടെ കണക്ട് ചെയ്യും. പിന്നെ നമ്മുടെ TSOP സെൻസർ റിസീവർ മോഡ്യൂൾ ഇവിടെ ഫിറ്റ് ചെയ്യും. പക്ഷേ ഈ റിസീവർ മോഡ്യൂൾ ഭയങ്കര സെൻസിറ്റിവിറ്റിയാണ്. അതുകൊണ്ട് ഇതിനെ ഈ റിമോട്ടിനകത്ത് നമുക്ക് ഫിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
ഇതാണ് അതിൻ്റെ വയറിംഗ് ഡയഗ്രാമേ. റിലേ, 3-pin സോക്കറ്റ്, സ്വിച്ച്, ഫ്യൂസ്, ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യുമെന്നുള്ള വയറിംഗ് ഡയഗ്രാമാണ് ഇത്. ഈ 12 വോൾട്ട് പവർ സപ്ലൈ നിങ്ങൾ കണ്ടോ? 230 വോൾട്ടിൽ നിന്ന് ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള 12 വോൾട്ട് പവർ സപ്ലൈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര കറണ്ടൊന്നുമില്ല, ഒരു 50 മില്ലി ആംപിയർ അതിൽ നിന്ന് വലിക്കാൻ പറ്റും. നമുക്കത് മതി നമ്മുടെ സർക്യൂട്ടിനെ ഡ്രൈവ് ചെയ്യാൻ. പിന്നെ റിലേയിൽ ഫ്ലൈ ബാക്ക് ഡയോഡ് ഉണ്ടല്ലോ, അത് മറക്കാതെ കൊടുക്കണം കേട്ടാ.
ഞാൻ ഈ LED പകരം ബൈകളർ LED വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതായത് ഒരു LED തന്നെ 2 എണ്ണം കത്തണം. അപ്പോൾ അത് സിമ്പിളായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓൾറെഡി ഉണ്ടായിരുന്ന 2 ബൈകളർ LED ഉണ്ട്. 2 എണ്ണത്തിൽ ഒരു കളർ വർക്ക് ചെയ്യണില്ല. അതുകൊണ്ടാണ് ഞാൻ 2 LED ആക്കിയത്. ഇത് പാക്കേജ് ചെയ്യാൻ വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഇനി ഫൈനൽ ടെസ്റ്റിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് കാണാം ഗ്രീൻ LED കത്തണം. അതിൻ്റെ അടുത്ത് ഔട്ട്പുട്ട് ലൈവ് എന്നാണ്. ഔട്ട്പുട്ടിൽ 3-pin സോക്കറ്റിൽ പവർ സപ്ലൈ ഉണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. ഇതിൻ്റെ കൺട്രോൾ സ്വിച്ച് ഉണ്ട്, അത് ഫുൾ ടൈം ഓണായിട്ട് ഇട്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് കാണാം ടെസ്റ്റർ കത്തുന്നത് ഇത് ഗ്രീൻ ലൈറ്റ് ആകുമ്പം. അപ്പം ഈ ഒരു സ്വിച്ച് വെച്ച് നിങ്ങൾക്ക് അതിനെ ഫുള്ളി കൺട്രോളും ചെയ്യാം. അതായത് റിമോട്ട് കൺട്രോൾ വെച്ച് തന്നെ ഓഫ് ചെയ്യണമെന്നില്ല. ഈ സ്വിച്ച് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് പ്രസ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.